അപ്പൊ അല്ല ഗൈസ്, കുറെ ദിവസത്തിന് ശേഷം നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിക്കാണ്. അതായത് നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ട്, ഈ ഐശ്വര്യ റായ് തടി കുറച്ചത് ഇങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ കുടംപുളി ലേഹത്തിന്റെ മഹിമകളും അതുപോലെ തന്നെ കുടംപുളി കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിതുപോലെ കുറെ ഇതിലൊക്കെ ലേഹത്തിന്റെ വിലയൊക്കെ നോക്കി വാങ്ങിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു കിലോ കുടംപുളിക്കനെ ഇപ്പൊ ഇവിടുത്തെ 150-200 ദിറംസിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് നെല്ലിക്കയും കുടംപുളിയും കൂടി വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 1 കിലോ കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയാണ്. ഇത് കുതിർന്നത് 3 മണിക്കൂറോളം 3-4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പിന്നെ അതുപോലെയാണ് അതിൽ ആഡ് ചെയ്യാൻ പോണത് അശ്വഗന്ധ ചൂർണ്ണാണ്. അശ്വഗന്ധ നമുക്ക് ഒരുപാട് ആയുർവേദ മരുന്നുകളിൽ ചേർക്കുന്ന സാധനമാണ്. പ്രസവരക്ഷ, വണ്ണം കുറയ്ക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് ആയുർവേദ ലേഹങ്ങളിലും മരുന്നുകളിലും ചേർക്കുന്നതാണ് അശ്വഗന്ധ. കോട്ടക്കലിന്റെ അശ്വഗന്ധ ഞാൻ വാങ്ങിച്ചുള്ളത്. പിന്നെ നെല്ലിക്ക, ഇത് 1 കിലോ നെല്ലിക്കയുണ്ട്. 500 ഗ്രാം നെല്ലിക്കയും 500 ഗ്രാം കുടംപുളിയും, ഒരു 100 ഗ്രാം അശ്വഗന്ധയും, പിന്നെ ഒരു 50 ഗ്രാം ചുക്കുപൊടിയും, ഒരു 50 വേണം, 25 ഗ്രാം മറ്റേ നല്ല ജീരകം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, വീഡിയോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മളിനി ഒരു കുക്കർ, ഞാൻ സ്റ്റീലിന്റെ കുക്കറാണ് ഉള്ളത്. ഈ കുക്കറിലേക്ക് നമ്മൾ ഈ കുടംപുളി ഒന്ന് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, നമ്മൾ 5 മിനിറ്റ് അടുപ്പത്ത് വെച്ചൊന്ന് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താലും മതി. ഞാൻ പിന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിലൊന്ന് അടിച്ചെടുക്കണം. അതാ നമ്മൾ അടിപൊളിയായിട്ട് വേവിച്ച കുടംപുളിയാണിത്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. അപ്പൊ ഞാൻ അതിലേക്ക് തന്നെ നമ്മുടെ നെല്ലിക്കയും കൂടെ ഒന്ന് ആവി കയറ്റി എടുക്കാൻ പോവാണ്. അപ്പൊ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് നെല്ലിക്ക കണ്ടപ്പോ അത് എന്താ ഇനി നമ്മളിതിന്റെ കുരു ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ നെല്ലിക്കയും പിന്നെ കുടംപുളിയും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് നമ്മളിത് ലേഹം ഉണ്ടാക്കണം. ഈ നെല്ലിക്കയുടെ കുരു നമുക്ക് എടുത്ത് മാറ്റണം. പിന്നെ കുടംപുളി ഇപ്പൊ ചൂടാറിയോ? ചൂടാറി. അപ്പൊ ഇനി അതൊന്ന് പേസ്റ്റ് ആക്കാം. നമ്മൾ ഈ എന്താ പറയാ, കുടംപുളി ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുകയാണ്. ഓക്കെ, നമ്മള് ലേഹത്തിലേക്കുള്ള പരിപാടി തുടങ്ങി. ഇതൊന്നും ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് നമ്മളൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഫുള്ള് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമ്മുടെ നെല്ലിക്കയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കുടംപുളി അരച്ച മിക്സിയിൽ തന്നെ നെല്ലിക്ക അരച്ചത് കൊണ്ടാണ് നെല്ലിക്കയ്ക്ക് ഈ കളർ. ഓക്കെ, നമ്മൾ ഒരുപാട് വീഡിയോകൾ കുടംപുളി ലേഹത്തിന്റെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നും വിചാരിക്കും ഉണ്ടാക്കണം എന്നൊക്കെ. ഇത് ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ നമ്മൾ ഇതിൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് വാട്സപ്പ് ചെയ്താൽ നമ്മൾ UAE എവിടെയാണെങ്കിലും എത്തിച്ചത്.
ഞാൻ അതിലേക്ക് ഒരു 400 ഗ്രാം ശർക്കര കരിപ്പോട്ടിയാണ് ഇട്ടിട്ടുള്ളത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്താൻ വേണ്ടി വെക്കാം. അപ്പോഴേക്കും നമ്മൾ ലേഹം ഏകദേശം സെറ്റായി കിട്ടും. നമ്മളിതാ നേരത്തെ കുതിർത്താൻ വെച്ച ശർക്കരയാണ്, അതും കൂടെ നമുക്ക് അതിൽ കിടന്ന് ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. മറ്റു ക്ലാസ് അപ്പോൾ ഇനി നമ്മൾ ഒത്തിരി സമയം നിന്ന് ഇങ്ങനെ ഇളക്കി ഒരു 1 hour എടുക്കും. 1 hour 2 hour എടുക്കും. നല്ല പണിയാണ് ഈ ലേഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കഴിച്ചിട്ട് വണ്ണം കുറയാത്തവർ ഇല്ല എന്നാണ് പറയണത്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന് ഇല്ലാണ്ടാക്കും. പിന്നെ അതുപോലെ നമ്മുടെ ഒത്തിരി വയറൊക്കെ ചാടിയിട്ടുള്ള ആൾക്കാർക്ക് വയറ് കുറയാണ്. പിന്നെ നമ്മളൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ലേഹം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3 കിലോ എങ്കിലും ഒരാൾ കഴിക്കണം എന്നാണ് പറയുക. പിന്നെ അതുമല്ല, രാവിലെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ 1 മണിക്കൂർ മുന്നേ ഒരു 10 ഗ്രാം വലിയ ആളുകൾക്ക്, കുട്ടികൾക്കാണെങ്കിൽ 5 ഗ്രാമും, വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ലേഹമാണ്. പിന്നെ ഒരുപാട് ലിവർ പ്രോബ്ലംസ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കഴിക്കാതിരിക്കണം നല്ലത്. കാരണം അവരൊത്തിരി മരുന്ന് കഴിക്കുന്നതല്ല. അതുകൊണ്ട് ഹാർട്ട് സംബന്ധിച്ച അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് അതുപോലെ കിടക്കണതിൻ്റെ രാത്രിയിൽ കിടക്കണതിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുക, ഒരു 10 ഗ്രാം വെച്ചിട്ട്. ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇത്തിരി മധുരമൊക്കെ ഒന്ന് ഒഴിവാക്കുക. മധുരം കഴിക്കുന്ന ഫുഡുകളൊക്കെ ഒന്ന്, ഷുഗർ ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. PA ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ വന്നാൽ നമ്മൾ കൊറിയറായിട്ട് ചെയ്ത് തരുന്നതാണ്. 1 കിലോൻ്റെ ബോട്ടിലിന് വരുന്നത് 65. 1 കിലോന് ആണെങ്കിൽ ഒരു 120 ദിറംസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഇനി ഇത്തിരി നേരം ഇങ്ങനെ കിടക്കട്ടെ. അത്രയും ലോങ് ആക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കണില്ല. ലാസ്റ്റ് ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് വീണ്ടും വരാം. ഇനി നമുക്കിതിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ വെള്ളം പൊട്ടിത്തെറിച്ചിട്ട് നമ്മൾ മറ്റുള്ള ലേഹം ഉണ്ടാക്കുന്ന പോലെയല്ല, ഒന്നും കൂടെ. അതിൽ പിന്നെ നമ്മൾ അത്യാവശ്യം നെയ്യ് ആഡ് ചെയ്യാലോ. ഇത് നമ്മൾ നെയ്യ് എല്ലാം ആഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ചുക്കുപൊടി ഒരു 225 ഗ്രാം ചുക്കുപൊടിയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടുള്ളത്. പിന്നെ അത്ര കണ്ട് നല്ല ജീരകത്തിൻ്റെ പൊടി, കുമിൻ സീഡ്, അതും കൂടെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ഇത്തിരി കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് ഞാൻ അധികം ഇടണില്ല, കാരണം എനിക്ക് കുരുമുളക് അത്ര ഇഷ്ടമല്ല. എരിവ് അധികം വേണ്ടാന്നുള്ള രീതിയിൽ 2 ടീസ്പൂണാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് കുരുമുളക് അലർജിയും കൂടെയാണ്, അതുകൊണ്ട് എനിക്കധികം പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മളിത് അതിൽ അശ്വഗന്ധ, നേരത്തെ പറഞ്ഞില്ല, അശ്വഗന്ധ 2 ടീസ്പൂണ് അശ്വഗന്ധം കൂടെ ഇടണം.
ഇത് നമ്മുടെ സ്പെഷ്യൽ വെയിറ്റ് ലോസിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ഞാൻ പറയില്ല. ഇത് വേണമെങ്കിൽ നമ്മളെ ഫുഡ് ഓർഡർ ചെയ്യണം, അല്ല ലേഹം ഓർഡർ ചെയ്യണം അല്ലേ. നമ്മുടെ ലേഹം ഉണ്ടോ, വെള്ളമൊക്കെ വറ്റി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഈ ലേഹം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ലേഹമാണെങ്കിലും ഉള്ളിയാണെങ്കിലും ചതുപ്പാണെങ്കിലും അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ലേഹം ഉണ്ടാക്കാറുണ്ട് നമ്മൾ. ഏത് ലേഹമാണെങ്കിലും വെള്ളം വറ്റുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കി കൊടുക്കണം. ഇതിലൊരു തരി നമ്മൾ ഓയിലോ നെയ്യോ ഇത് നമ്മൾ വെള്ളം കുറക്കാനുള്ള സംഭവമല്ല, അതുകൊണ്ട് തന്നെ ഇതിലൊരു തരി എണ്ണ നെയ്യ് ആ സംഭവം ഇല്ല. മറ്റേ ലേഹങ്ങൾ ഇപ്പൊ കാറ്റ് ലേഹമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് നെയ്യ് ആഡ് ചെയ്യുമല്ലോ, ഇതതില്ലാട്ടോ. ധൈര്യമായിട്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പൊ ഏകദേശം നമ്മളെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഈ ലേഹത്തിന്റെ മെയിൻ വണ്ണം കുറയാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റാണ്, പക്ഷെ ഇതിന് പേര് ഞാൻ പറയുന്നില്ല, ആർക്കെങ്കിലും വേണേൽ ഗസ് ചെയ്യാം. അപ്പൊ ഞാൻ 2 ഐറ്റംസ് ഇതിലിടുന്നു, അതിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് വേറെ ഒന്നുമല്ല, ഒന്ന് സിന്നമനാണ്. ഇപ്പൊ ലാസ്റ്റ് ഇട്ട സിന്നമൻ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്. സിന്നമൻ വെയിറ്റ് കുറക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ മുളപ്പിച്ച റാഗിയാണത്. റാഗി നന്നായിട്ട് കഴുകി ഉണക്കി, എന്നിട്ട് അത് മുളപ്പിച്ച് ഉണക്കിയെടുത്ത റാഗി പൊടിച്ചതാണ് ഞാൻ ഇട്ടത്. അപ്പൊ അതിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. പിന്നെ ആർക്കെങ്കിലും ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഇത് നോക്കി ഉണ്ടാക്കാലോ. ഇപ്പൊ ഇതാ അടിപൊളിയായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും എത്ര സമയം എടുത്ത് പറയാം ഇത് ഉണ്ടാക്കാനായിട്ട്. ഏകദേശം 1.5 മണിക്കൂറിന്റെ മേലെ നമ്മളിവിടെ കൈ മാറ്റാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സംഭവം നല്ല റിസ്ക് ആണെങ്കിലും ആ ഒരു ത്രില്ലുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും സംഭവം ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഒരു പൊടിയാണ്. ഷാദി അപ്പോ എന്തല്ലേ സംഭവം, ഞാനൊരു സംഭവത്താ എന്താണെന്നറിയോ അല്ല പാതി എന്താ, ഞാനില്ലേ ഈ ലേഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കോട്ടക്കലിൻ്റെ അതിൽ ഇവിടെ പരസ്യം വേണ്ടി ഞാൻ വിളിച്ച്. പക്ഷെ അവര് 2 മാസം എടുക്കും, ഭയങ്കര ഡിമാൻഡ്. എനിക്കാണെങ്കിൽ ഒരു സംഭവം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അപ്പം ചെയ്യണം. പിന്നത്തേക്ക് മാറ്റി വയ്ക്കണ സ്വഭാവം പണ്ടുപോലെ ഇല്ല. എനിക്ക് അത് ഭയങ്കര ഇതായി. വീണ്ടും ചോദിച്ചു ഇതെപ്പോഴാണ് നിങ്ങളെ പ്രൊഡക്റ്റ് വരികയാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് ഓർഡറിനനുസരിച്ചാണ് കൊടുക്കാൻ പറ്റുള്ളൂ, ഡിമാൻഡ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പഠിച്ച് ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു. പല ഡോക്ടർമാരുടെ വീഡിയോ, ആയുർവേദ ഡോക്ടർമാരുടെ വീഡിയോ കണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്തു. അപ്പൊ ഈ ലേഹത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇത് സെറ്റായി നമുക്ക് മനസ്സിലാക്കിയതെന്നു വെച്ചാല് നമ്മളെ ഇതെന്താ, നമ്മളിങ്ങനെ ലേഹം ഇങ്ങനെ മാറുമ്പോ ഇത് ചട്ടിയില് എന്താണ് ഉരുളിയാണെങ്കിലും ചെമ്പാണെങ്കിലും അതിനകത്ത് പിടിക്കാതെ വേറിട്ട് ഇങ്ങനെ കിട്ടിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് വറ്റിയെന്നുള്ളത്. അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിത് പിന്നെ പെട്ടെന്ന് പൂപ്പല് വരും, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ നാശമാവും. അപ്പോൾ ഇത് നമ്മൾ ലേഹം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏത് ലേഹമാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. വെള്ളം വറ്റിയെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ചെമ്പിൽ നിന്ന് ഇതിങ്ങനെ നമ്മൾ ഏത്
ഉള്ളിയാണെങ്കിലും ഏത് പാത്രമാണെങ്കിലും മൺചട്ടി എന്താണെങ്കിലും ഇതാക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളാക്കുമ്പോൾ ഇങ്ങനെ മാറി വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ വെള്ളം ഇനി ഒട്ടും ഇല്ല എന്നുള്ളത്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ കുടംപുളി ലേഹം എന്ന് പറഞ്ഞ സംഭവം. എല്ലാവരും ഇതുപോലെ വെള്ളം കുറയ്ക്കാൻ ആളുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ മടിയില്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഓർഡർ ചെയ്യാം, വാങ്ങിക്കാം. ഓക്കെ, സെറ്റല്ലേടാ?